അഞ്ചരക്കണ്ടി മെഡിക്കൽ കോളേജിലെ നിതിൻ രാജിന്റെ മരണത്തിന് കാരണമായ പ്രതികളെ ഉടൻ അറസ്റ്റ് ചെയ്യണം എന്നാവശ്യപ്പെട്ട് KPMS DGP ഓഫീസ് മാർച്ച് നടത്തുകയാണ്. അതിന്റെ ദൃശ്യങ്ങളാണ് ഇപ്പോൾ നമ്മൾ കാണുന്നത്. തിരുവനന്തപുരത്ത് നിന്നുള്ള തത്സമയ ദൃശ്യങ്ങളാണ്. മേഘന മുരളി ഞങ്ങളുടെ പ്രതിനിധിയുണ്ട് വിവരങ്ങളുമായി. മേഘന, KPMSന്റെ പ്രതിഷേധ മാർച്ചിന്റെ ദൃശ്യങ്ങൾ കാണാം. വിവരങ്ങൾ എന്തൊക്കെ? അഞ്ചരക്കണ്ടി മെഡിക്കൽ കോളേജിൽ മരിച്ച നിതിൻ രാജിന് നീതി വേണമെന്നാവശ്യപ്പെട്ടുകൊണ്ടാണ് ഇപ്പോൾ KPMS DGP ഓഫീസിലേക്ക് മാർച്ച് നടത്തുന്നത്. ഇപ്പോൾ പോലീസ് അതിന് മീറ്ററുകൾക്ക് മുന്നേ തന്നെ ബാരിക്കേഡ് വെച്ച് പ്രവർത്തകരെ തടഞ്ഞിട്ടുണ്ട്. അതിൽ പ്രധാനമായും KPMSന്റെ ഒരു ആവശ്യം എന്ന് പറയുന്നത് നിതിൻ രാജിന് നീതി വേണം. അതിനായി ഈ അധ്യാപകരായിട്ടുള്ള റാമും സംഗീതയും അടക്കമുള്ള ആളുകളെ ഉടൻ തന്നെ അറസ്റ്റ് ചെയ്യണമെന്നുള്ളതാണ്. അത് ഒരു ലോൺ ആപ്പിലേക്ക് ഒതുക്കി തീർക്കാൻ, ഈ മരണം ഒതുക്കി തീർക്കാനുള്ള ശ്രമം ഈ കോളേജിന്റെ അടക്കം ഭാഗത്തു നിന്ന് ഉണ്ടാകുന്നു. അതുകൊണ്ട് തന്നെ അതിൽ അങ്ങനെ പാടില്ല എന്നുള്ള കാര്യമാണ് KPMS ആവശ്യപ്പെടുന്നത്. അതുപോലെ തന്നെ കുടുംബത്തിന് നഷ്ടപരിഹാരം നൽകണമെന്നടക്കമുള്ള ആവശ്യങ്ങളും ഇപ്പോൾ ഉന്നയിക്കുന്നുണ്ട്. ഇപ്പോൾ പോലീസ് ജലപീരങ്കി പ്രയോഗിക്കാനുള്ള തയ്യാറെടുപ്പിലാണ്. കൂടുതൽ പ്രവർത്തകർ ഇവിടേക്ക് DGP ഓഫീസിന് മുന്നിലേക്ക് എത്തിയിട്ടുണ്ട്. പോലീസ് നേരത്തെ തന്നെ ബാരിക്കേഡ് വെച്ച് ഈ പ്രവർത്തകരെ തടയുക കൂടി ചെയ്തിട്ടുണ്ട്. പക്ഷേ പ്രവർത്തകർ പിരിഞ്ഞു പോകാൻ തയ്യാറായില്ല, പിരിഞ്ഞു പോകാൻ കൂട്ടാക്കിയില്ല. അതിലൊരു നീതി വേണം നിതിന് എന്നുള്ള കാര്യമാണ് പറയുന്നത്. ഇപ്പോൾ ജലപീരങ്കി പ്രവർത്തകർക്ക് നേരെ പ്രയോഗിക്കുകയാണ്. പക്ഷേ കൂടുതൽ പ്രവർത്തകരും പിരിഞ്ഞു പോകാൻ തയ്യാറാകുന്നില്ല എന്നുള്ള കാര്യമാണ് വ്യക്തമാകുന്നത്. അങ്ങനെ തന്നെയാണ് ഈ ദൃശ്യങ്ങൾ. ഇപ്പോൾ പ്രവർത്തകർ കുപ്പിയടക്കമുള്ള വസ്തുക്കൾ എടുത്ത് പോലീസിനെ നേരെ പ്രയോഗിക്കുന്ന കാഴ്ച കൂടി കാണാനുണ്ട്. അവർ നിതിന് നീതി വേണമെന്നുള്ളതാണ് പറയുന്നത്. ഈ മാസം 28-ന് ദളിത് സംഘടനകൾ ചേർന്ന് ഈ നിതിൻ രാജ് ആക്ഷൻ കൗൺസിൽ ഒരു ദളിത് ഹർത്താലിനടക്കം നീക്കം നടത്തുന്നുണ്ട്. അതിന് മുന്നോടിയായാണ് ഇപ്പോൾ ഒരു DGP ഓഫീസ് മാർച്ചുമായി രംഗത്തെത്തുന്നത്. അതിൽ പറയുന്നത് കണ്ണൂർ SP അടക്കമുള്ളവർ ഈ കേസ് അട്ടിമറിക്കാനുള്ള ശ്രമം നടത്തുന്നു. കാരണം നോയിഡയിൽ നിന്നടക്കം ലോൺ ആപ്പുമായി ബന്ധപ്പെട്ട ആളുകളെ അറസ്റ്റ് ചെയ്തു. പിന്നെ എന്തുകൊണ്ടാണ് ഈ ഡോക്ടർ റാം അടക്കമുള്ള ആളുകളെ അറസ്റ്റ് ചെയ്യാൻ കഴിയാത്തതെന്നുള്ള കാര്യമാണ് KPMS ചോദിക്കുകയും ചെയ്യുന്നത്. അങ്ങനെ 52 ദളിത് സംഘടനകൾ ചേർന്നാണ് ഇപ്പോൾ നിതിൻ രാജു ആക്ഷൻ കൗൺസിൽ രൂപീകരിക്കുകയും തുടർ പ്രതിഷേധങ്ങൾ, അത് കഴിഞ്ഞ ഒരാഴ്ചക്കാലമായി ഈ തുടർ പ്രതിഷേധങ്ങളുണ്ട്. അതിന്റെ ഭാഗമായി തന്നെയാണ് KPMSും ഒരു മാർച്ചുമായി മുന്നോട്ടെത്തിയിട്ടുള്ളത്. അവർ പ്രവർത്തകർ ബാരിക്കേഡ് മറികടക്കാനുള്ള ശ്രമമാണ് നടത്തുന്നത്. പോലീസ് അതിനെ തടയുന്നുണ്ട്. ആദ്യ ജലപീരങ്കി പ്രയോഗിച്ചു കഴിഞ്ഞു. ഒരു DGP ഒരു വിശദീകരണം നൽകാതെ പിരിഞ്ഞു പോകില്ല എന്നുള്ളതാണ് പ്രവർത്തകർ പറയുന്നത്. GK. ശരി, ഇപ്പോൾ KPMSന്റെ പ്രതിഷേധ മാർച്ചാണ് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത് തിരുവനന്തപുരത്ത്. അതിന്റെ ദൃശ്യങ്ങളാണ് പ്രേക്ഷകർ കാണുന്നത്. വിവരങ്ങൾ നൽകുകയായിരുന്നു മേഘന മുരളി. മേഘന, ഈ പ്രതിഷേധം അതിരുവിടാനുള്ള സാധ്യതയുണ്ടോ? കാരണം പോലീസ് ബാരിക്കേഡ് ഉയർത്തി പ്രതിഷേധക്കാരെ തടഞ്ഞു നിർത്തിയിട്ടുണ്ട്. മുദ്രാവാക്യം വിളികളുമായി KPMS പ്രവർത്തകർ പ്രതിഷേധം ശക്തമാക്കുന്നതിന്റെ ദൃശ്യങ്ങൾ നമുക്ക് കാണാൻ കഴിയുന്നുണ്ട്. അഞ്ചരക്കണ്ടി മെഡിക്കൽ കോളേജിലെ നിതിൻ രാജിന്റെ മരണത്തിന് കാരണക്കാരായ പ്രതികളെ അവർ ഉടൻ അറസ്റ്റ് ചെയ്യണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ടുള്ള KPMSന്റെ DGP ഓഫീസ് മാർച്ചാണ് ഇപ്പോൾ പ്രേക്ഷകർ കണ്ടുകൊണ്ടിരിക്കുന്നത്. ഒരുപക്ഷെ ഈ പ്രതിഷേധം അതിരുവിട്ടേക്കാമെന്ന സൂചനയുണ്ട്. ശക്തമായ മുദ്രാവാക്യം വിളികളുമായി KPMS പ്രവർത്തകർ പതാകകൾ ഉയർത്തിക്കൊണ്ടവർ പ്രതിഷേധിക്കുകയാണ്. സ്ത്രീകളും പുരുഷന്മാരും അടങ്ങുന്ന വലിയ KPMSന്റെ പ്രവർത്തകരുടെ ഒരു വലിയ സംഘമാണ് ഇപ്പോൾ DGP ഓഫീസിന് മുന്നിൽ പ്രതിഷേധം നടത്തിക്കൊണ്ടിരിക്കുന്നത്. മേഘന, എന്തൊക്കെയാണ് അവരുടെ മുദ്രാവാക്യം? എന്താണ് അവർ ഈ പ്രതിഷേധം അതിരുവിടാനുള്ള സാധ്യതയുണ്ടോ? പോലീസ് ഉയർത്തിയ ബാരിക്കേഡുകൾ മറച്ചിടാൻ വേണ്ടി KPMS പ്രവർത്തകർ ശ്രമിക്കുന്നത് നമുക്ക് ദൃശ്യങ്ങളിൽ കാണാൻ കഴിയുന്നുണ്ട്. മേഘന, പ്രവർത്തകർ ഇപ്പോഴും ഈ ബാരിക്കേഡ് തള്ളി DGP ഓഫീസിന് മുന്നിലേക്ക് കടക്കാനുള്ള ശ്രമത്തിലാണ്. അവർ പ്രധാനമായും മുദ്രാവാക്യമായി ഉന്നയിക്കുകയും ചെയ്യുന്നത് നിതിന്റേത് കൊലപാതകമാണ്, ആത്മഹത്യ അല്ല എന്നുള്ളതാണ്. കൊലയാളികളെ അറസ്റ്റ് ചെയ്യണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ടാണ് ഇപ്പോൾ DGP ഓഫീസ് മാർച്ച് നടത്തുന്നത്. അതിൽ പോലീസ് സേനയുടെ ഭാഗത്തുനിന്നടക്കം വലിയ വീഴ്ചയുണ്ടായിട്ടുണ്ട്. കാരണം അതിൽ ആദ്യഘട്ടത്തിൽ തന്നെ ഇതൊരു ആത്മഹത്യയായി എഴുതിത്തള്ളാനുള്ള ഒരു ശ്രമം നടന്നു. കൂടാതെ അതിൽ ഈ 5ാം നില കെട്ടിടത്തിൽ നിന്ന് താഴേക്ക് വീണിട്ടും ഇതിന്റെ ശരീരത്തിൽ മറ്റു പോറലുകൾ ഉണ്ടായില്ല. അതൊക്കെ സംശയമുണ്ടാക്കുന്നു. അതുകൊണ്ട് തന്നെ കൃത്യമായിട്ടുള്ള ഒരു അന്വേഷണം വേണം, ഹൈക്കോടതിയുടെ മേൽനോട്ടത്തിലടക്കം അന്വേഷണം വേണമെന്നുള്ളതാണ് ഈ സംഘടനകൾ ഉന്നയിക്കുകയും ചെയ്യുന്നത്. ഈ ഹൈക്കോടതിയുടെ മേൽനോട്ടത്തിൽ പ്രത്യേക അന്വേഷണ സംഘം ഇതിന്റെ മരണം അന്വേഷിക്കണമെന്നുള്ള കാര്യമാണ് KPMS പറയുന്നത്. അതുപോലെ തന്നെ എവിടെയാണ് റാം എന്നുള്ള കാര്യം, അത് അധ്യാപകനായിട്ടുള്ള റാം എവിടെയാണ് എന്നുള്ള കാര്യമാണ് ചോദിക്കുകയും ചെയ്യുന്നത്. ഈ മാസം 28-നാണ് ഈ സംഘടനകൾ ഒരു ഹർത്താൽ, സംസ്ഥാന വ്യാപക ഹർത്താലുമായി മുന്നോട്ട് വരുന്നത്. ചേട്ടാ, എന്തൊക്കെയാണ് ആവശ്യം? ഞങ്ങളുടെ ആവശ്യം ഇവിടെ നിലവിലുള്ള രീതിയിൽ ഇവിടുത്തെ സംസ്ഥാന സെക്രട്ടറി പറഞ്ഞു, ഞങ്ങൾ സംസ്ഥാന അറസ്റ്റ് ചെയ്യണം. നിതിൻ രാജിന്റെ
ഘാതകരെ അറസ്റ്റ് ചെയ്യാതെ ഞങ്ങൾ പിന്നോട്ടില്ല. 14 ദിവസം പിന്നിട്ട് ഇതുവരെ പ്രതിനെ അറസ്റ്റ് ചെയ്യാൻ കഴിഞ്ഞിട്ടില്ല. ആ അച്ഛന്റെ വേദന നമുക്ക് മറക്കാൻ കഴിയില്ല. ഞങ്ങൾക്കൊന്നും ഉറങ്ങാൻ കഴിയുന്നില്ല. ഇവിടെ നിതിന്റെ അച്ഛൻ ഉൾപ്പെടെ കണ്ണൂർ ചെന്ന് കൃത്യമായി സൂചിപ്പിച്ചു, എന്റെ മകനെ കൊന്നതാണെന്നൊരു അച്ഛൻ പറയുന്നു. കൃത്യമായ തെളിവുകൾ നികത്തി പറയുമ്പോ ഇവിടുത്തെ പോലീസ് ഉൾപ്പെടെ സർക്കാർ ഉൾപ്പെടെ ഈ പ്രതികളെ സംരക്ഷിക്കുന്ന നിലപാടാണ് സ്വീകരിക്കുന്നത്. അംഗീകരിക്കാൻ കഴിയില്ല. കേരളത്തിലെ ഉത്തരവാദിത്തപ്പെട്ട പ്രസ്ഥാനം എന്ന നിലയ്ക്ക് KPMS അരയും തലയും മുറുക്കി ഇറങ്ങിയിരിക്കുകയാണ്. അതിശക്തമായി ഈ കേരളത്തിൽ ഞങ്ങൾ ഹർത്താലുണ്ട്. ഹർത്താലിന്റെ വിഷയം ഞങ്ങളുടെ ജനറൽ സെക്രട്ടറി സൂചിപ്പിക്കും. അങ്ങനെ തന്നെയാണ്. ഇതിൽ പ്രധാനമായും ഏപ്രിൽ 28-ന് ഹർത്താൽ ആഹ്വാനം ചെയ്തിരിക്കുകയാണ് ഈ എല്ലാ 52 ദളിത് സംഘടനകൾ ഉൾപ്പെടുന്ന ആക്ഷൻ കൗൺസിൽ എന്നുള്ളതാണ്. അവർ പറയുന്നത് കൊലയാളികളായിട്ടുള്ള നിതിന്റെ കൊലയാളികളെ അറസ്റ്റ് ചെയ്യണം, ഈ അധ്യാപകരെ അടക്കം അറസ്റ്റ് ചെയ്യണം എന്നുള്ളതാണ്. കൂടാതെ കുടുംബത്തിന് നഷ്ടപരിഹാരം നൽകുക എന്നടക്കമുള്ള കാര്യങ്ങൾ. ശരി, ഏതായാലും KPMSന്റെ പ്രതിഷേധം കാണാൻ കഴിയുന്നുണ്ട്. മേഘന മുരളിയാണ് വിവരങ്ങൾ നൽകുന്നത്. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.